ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൽ നാളത്തെ എപ്പിസോഡിൽ യമുനയെ രക്ഷപ്പെടുത്തി എല്ലാവരും കൂടി താഴ്വാരം വീട്ടിലോട്ട് വരികയാണ്. ഇതേ സമയം ജയപാലനും ഭാര്യയും അയൽപ്പക്കത്തുള്ള ആൾക്കാരൊക്കെ അവിടെ ചുറ്റിക്കൂടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ നിവിൻ്റെ കാറിൽ യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ആദ്യം യമുന ഇറങ്ങും. അതിനുശേഷം നമ്മുടെ വിനീത് വിശാലിൻ്റെ കഴുത്തിന് കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇറക്കുന്നത്. അത് കണ്ടിട്ട് അയൽപ്പക്കത്തുള്ള ആൾക്കാരൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവളെന്നെ കാണാതായതൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് താഴ്വാരം വീട്ടിൻ്റെ അകത്തോട്ട് വരും. എന്നിട്ട് അപ്പോൾ കാവേരി പറയും, നിങ്ങളെ മകൻ ഇവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവളുടെ ഫോണും സ്വിച്ച് ഓഫ് ഇതാക്കിയിട്ട് ഇവളെ ഉപദ്രവിച്ച് ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പാവം ഇവൾ കിടന്ന് ഇവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ജയപാലനെ കുറേ കുറ്റപ്പെടുത്തും. അപ്പോൾ ജയപാലനാണെങ്കിൽ ആകെ നാണക്കേടാവും. അതിന് ഉപരി ജയപാലൻ പറഞ്ഞ പോലെ ഇവൻ കാണിച്ചതിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിപ്പോയി. അവനവൻ്റെ ഭാവി സ്വന്തം നശിപ്പിക്കുന്ന രീതിയിലാണ് വിശാൽ ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജയപാലന് ദേഷ്യം വന്ന് ജയപാലൻ വിശാലിനെ നന്നായി അടിക്കും. ഒരുപാട് അടി കിട്ടും. അങ്ങനെ അപ്പോൾ വിശാൽ പറയും, നിങ്ങളെന്നെ അടിക്കുന്നതൊക്കെ ശരി, പക്ഷേ യമുനോട് ചോദിച്ചു നോക്ക്, ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ബലമായിട്ടാണോ പിടിച്ചു കൊണ്ടുപോയത്, അത് അവൾ സ്വമേധയാലാണോ എൻ്റെ കൂടെ വന്നതെന്ന്. അപ്പോൾ ശാരദയ്ക്ക് മനസ്സിലാവും യമുന സ്വമേധയാളെയാണ് അവൻ്റെ കൂടെ പോയിട്ടുള്ളത്. അത് കേട്ടതോടുകൂടി ശാരദയുടെ കൺട്രോളാകെ പോകും. അപ്പോൾ ശാരദ യമുനയെ പിടിച്ചടിക്കുകയാണ്. നീ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞല്ലോടി എന്നൊക്കെ പറഞ്ഞ് ശാരദയ്ക്ക് ദേഷ്യവും കോപവും ഒന്നും സഹിക്കാൻ പറ്റാതെ ശാരദ യമുനയെ പിടിച്ചടിക്കുകയാണ്. അപ്പോൾ വിനീതും കാവേരിയൊക്കെ കൂടി പോയിട്ട് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശാരദ ഒരുപാട് നേരം അവളെ അടിക്കുന്നുണ്ട്. അതിനുശേഷം ജയപാലനും വിശാലിനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. കാരണം ആകെ നാണക്കേടായി അവൻ്റെ ഭാവി തുലയ്ക്കാൻ വേണ്ട കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ജയപാലൻ എന്നിട്ട് ജയപാലൻ്റെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ അവിടെ രാജേശ്വരിയും വന്നിട്ടുണ്ട്. രാജേശ്വരിയും ചോദിക്കും, വിശാലെ നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചത്, നീ നിൻ്റെ ഭാവി നശിപ്പിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇതിപ്പോൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നൊക്കെ. അപ്പോൾ വിശാൽ പറയുകയാണ്, ആൻറ്റി ഞാനിതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഈ അച്ഛനും കൂടി വേണ്ടിയാണ്. അതുപോലെ ഇതിന് ഞാൻ ചെയ്യാൻ കാരണക്കാരനായത് വേറെ ആരുമല്ല, നിവിൻ ചേട്ടനാണ്. നിവിൻ ചേട്ടൻ പബ്ലിക്കായിട്ട് റോട്ടിൽ നിന്ന് കാവേരിയോട് വിളിച്ചു പറയാണ്, കാവേരി ഐ ലവ് യു എന്ന്. ഇത് കേട്ടാൽ പിന്നെ ഞാനെങ്ങനെ ഇത് കേട്ടിട്ട് ക്ഷമിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിശാൽ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജയപാല രാജേശ്വരി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.